പെണ്ണ് ഇവിടെ നിന്നിട്ട് ഇതൊക്കെ അടിച്ചു വരികയാണ്. മോളെ ജെസ്സിയെ, ഇജ ആ സാധനം അവിടെ ഇട്ടുകാണ് പോന്ന ഓള് ചെയ്തോളൂ അതൊക്കെ. അത് സാരില്ലമ്മ, താത്ത അവിടെ അടുക്കളയിൽ പണിയിലല്ലേ, ഞാൻ അടിച്ചുവരിക്കോണ്ട്, അത് കുഴപ്പമില്ല. ഒന്നും പറഞ്ഞാ പറ്റൂല. ഓൻ എന്നെ കണ്ട് കല്യാണം കഴിച്ച് കൊടുക്കണത് ഈ പേരിലുള്ളത്തെ പണികൾ എടുക്കാൻ വേണ്ടിട്ടല്ല. ഒന്നല്ലെങ്കിൽ എന്റെ വാപ്പി ഇന്ന് എന്താ വിചാരിക്കാ, ഇത്രയും മുതല് അന്ന് കെട്ടിച്ച് പറഞ്ഞയച്ചിട്ട് അതിനുള്ളിൽ പണികൾ എടുപ്പിക്കാൻ വിചാരിക്കൂലേ. ഞാൻ അത് അവിടെ അടിച്ചാണെന്ന് പറഞ്ഞ വേണ്ടമ്മ, അത് കുഴപ്പമില്ല. ഓൾ ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നോളൂ, എന്നിട്ട് ചെയ്താൽ മതി ഇതിനോടത്തെ പണികള്. ഇങ്ങോട്ട് കേറി വായോ. അല്ലേ എന്താ ഇത് കഥ, എന്നെ കൊണ്ട് പണിയെടുപ്പിക്കേ. ഓക്കെ, ഞാൻ കാണും. എന്നോട് പറഞ്ഞതേ കാര്യല്ലേ ചെയ്യാന്, ഓൾക്കുള്ള ഞാൻ കൊടുക്കാം. ഈ ഇമ്മെന്തങ്ങനെ താത്താനെ കൊണ്ട് മാത്രം പണിയെടുപ്പിക്കണു. പിന്നെ ഇപ്പൊ എന്തിനാ ഇക്കന്നെ ഇങ്ങോട്ട് കെട്ടിക്കൂടുന്നത് ഇവിടെ ഇങ്ങനെ ഇരിക്കാനോ? ഞാൻ എന്റെ പേരയിലും കൂടി ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല. അവിടുന്ന് എന്റെ അമ്മനെ കൊണ്ട് എല്ലാ പണിയും കൊടുപ്പിച്ചിരുന്നു. ഇവിടെ വന്നിട്ട് മാത്രം എന്താ, അത് പാവാണ്. ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അടിച്ചു വരണ്ടേ, ഞാൻ തന്നെ അടിച്ചെടുക്കോളാം. എന്തമ്മ ഈ ചോളം വിറ്റടിച്ച ആരാൻ പറഞ്ഞയച്ചീന്നാ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഓളെ ഞാൻ നേരെ കൊടുത്തിട്ട് കണ്ടിട്ട് തന്നെ ഇല്ല. എന്തേ? ആ പെണ്ണിനെ കൊണ്ട് മുറ്റൊപ്പിച്ചു വരുന്നത് ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ വസവത്തര അമ്മക്ക് തന്നെയാണ്. അത്രയും മുതലൊക്കെ ഏറ്റ് കേറി വന്നതാ ഓള്. എന്നിട്ട് ഓളെ കൊണ്ടാ മുറ്റെടുപ്പിക്കണത്. ഓളെ കൊണ്ട് ഒരു പണി ഇവിടെ എടുപ്പിക്കാൻ ഞാൻ സമ്മതിക്കൂല. എല്ലാതും ഇജ്ജന്നെ ചെയ്യണം. ആ ചൂല് വാങ്ങിങ്ങാണ്ട് പോയി അടിച്ചു വരാൻ നോക്ക്. ഞാനൊന്നുമല്ല, ഓളെ ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ലേ പറഞ്ഞില്ല നിങ്ങളോട്. ഇജ്ജ് കണ്ടിട്ട് തന്നെ ഉണ്ടാവൂല ഓളൊന്ന് നേരം വെളുത്തിട്ട്. നോണ പറയരുതിട്ടാ. നോണ പറയാൻ എന്നെ കഴിച്ചിട്ട് വേറെ ആരും ഉള്ളൂ എനിക്ക് നന്നായിട്ട് അറിയാം. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് ഇവിടെ നിക്കുക. എല്ലാം പണിയും എടുത്തിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്ന നിന്നാ മതി ഇജ്ജ്. ഇല്ലെങ്കിൽ ഇവിടെ നിക്കന്നെ വേണ്ട. ആ ഒരു കുട്ടിനെ കൊണ്ട് അടിച്ചു വരിപ്പിക്കായിട്ടാ ഓൾക്ക്. അല്ലേ ഇമ്മ എന്താ ഇങ്ങനെ? കല്യാണം കഴിഞ്ഞ മുതലേ ഇമ്മ എനിക്കൊരു സ്വസ്ഥത തന്നിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പൊ ഓള് കൊറേ പണ്ട് മുതലൊക്കെ ആയിട്ട് കേറി വന്നപ്പോ ഇപ്പൊ ഉമ്മാക്ക് തീരെ എന്നെ കണ്ടൂടാ. എന്താ താത്ത മുഖം വല്ലാതിരിക്കണ്? ഒന്നുമില്ലടി, ഞാൻ എന്നോട് അടിച്ചു വരാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നിപ്പോ വന്നിട്ട് കൊറേ എന്നെ ചീത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാണ് ഈ അടിച്ചു വരുന്നൊക്കെ പറഞ്ഞു. ഈ എന്തിനാ അതിനൊക്കെ നിക്കണത്? ഞാൻ ചെയ്തോണ്ട്. ഇമ്മ അവിടെ പറഞ്ഞോട്ടെ താത്ത. ഞാൻ എന്റെ പേരിൽ ഈ പണികളൊക്കെ എടുത്തിട്ട് തന്നെയാണ് വളർന്നിക്കണ്. പിന്നെ കുറച്ച് പണ്ടും മുതലും കൊടുന്നിക്കണ് വിചാരിച്ചിട്ട് പണികൾ എടുക്കാതിരിക്കാനൊന്നും പറ്റൂലല്ലോ. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മളും നോക്കണ്ട തന്നെയല്ലേ. ഇമ്മ അവിടെ പറഞ്ഞോട്ടെ. നിങ്ങക്ക് അതിന് സങ്കടം വേണ്ട. അത് സാരില്ലടി. ഞാൻ ഇന്നും തന്നെ കേക്കൽ തുടങ്ങിയൊന്നല്ല ഇത്. കല്യാണം കഴിഞ്ഞ് വന്നേ മുതല് ഇങ്ങനെ തന്നെ ഇതൊക്കെ ശീലായിക്കണം. ഇനി ഇജിപ്പോ ഒന്നും ചെയ്യണ്ടട്ടോ. ഇനി എല്ലാവരും ഞാൻ ചെയ്തോണ്ട്. ഇനി അതിനുള്ള ചീത്ത എനിക്ക് കേക്കാൻ വയ്യായിട്ടാണ്. നീ അവിടെ പോയിട്ട് ഒരു പാത്തിരുന്നോ. ഇപ്പൊ നോമ്പൊക്കെ അല്ലേ, വെയിലൊക്കെ കൊണ്ടിട്ട് നടക്കണ്ട. എനിക്ക് പിന്നെ വെയിലും മഴ ഒക്കെ കൊണ്ട് ശീലാണ്. അതുപോലെ അല്ലല്ലോ ഇജ്. ചെല്ല്. മോളെ, അന്റെ എന്തേലും തിരുമ്പാണ്ടെങ്കിൽ തന്നാളാ. തിരുമ്പാണ്ടുമ്മ, ഒരു 2 കൂട്ടുണ്ടാവും. എന്തേ? വാഷിംഗ് മെഷീനിൽ ഒന്നും ഇടാനുള്ള തന്നെ ഉള്ളൂ. വാഷിംഗ് മെഷീനിലൊന്നും തിരുമ്പണ്ട. ഇവിടെ ഇനി വാഷിംഗ് മെഷീനിൽ തിരുമ്പലില്ല. പിന്നെ ഓളത് കല്ലുമ്മ കൊണ്ടുപോയിട്ട് തിരുമ്പിട്ടോളൂ. അവിടെ തന്നാളാ.
വേണ്ടമ്മ, കൊഴപ്പില്ല, ഞാൻ ചെയ്തോണ്ട്. ആ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓളെ പിന്നെ ഇങ്ങോട്ട് കെട്ടി കൊടുത്തിക്കണത് ഇതിന്റെ ഉള്ളത് പണിയോളം എടുക്കാൻ വേണ്ടിട്ടാ. അത് എവിടെ ഇരിക്കണെന്ന് വെച്ചാൽ ഞാൻ അടുത്തോളാം. എവിടെയാണ്? 6 റൂമിലുണ്ട്. ആ ഇമ്മ എന്തെങ്ങനെ എല്ലാ പണിയെ കൊണ്ട് പാവടിപ്പിക്കണത്. എനിക്കാണെങ്കിൽ ഇപ്പൊ ഒന്നും മുണ്ടാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. കല്യാണം പിന്നീട് വന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ തന്നെ അമ്മായിമാനായിട്ട് തിരക്കൂടി എന്നുള്ള പേര് വേണ്ട. അതുകൊണ്ട് മുണ്ടാതെ നിക്ക. കുറച്ചും കൂടി ഒന്നും കഴിയട്ടെ. എന്തായാലും വൈകുന്നേരത്തിന് മീൻകറി ഉണ്ടാക്കുക. കുറച്ച് പുളിങ്ങ വെള്ളത്തിലൂടെ എടുത്തിട്ട്. ഏടി കഴിഞ്ഞിട്ടില്ല ഇതുവരെ ആയിട്ടും എന്റെ അടുക്കളത്തെ പണിയോള്. ആ ഉമ്മ വൈകുന്നേരത്തിന് കറി ഉണ്ടാക്കാൻ വേണ്ടിട്ടേ പുളിങ്ങ വെള്ളത്തിലിടുന്നു. എന്തേ? ആ അതൊക്കെ പിന്നെ ഇടാ. എന്നാ ഇതും കൂടി അവിടെ തിരുമ്പി കൊണ്ടിട്ട് ആ പെണ്ണിന്റെ ഡ്രസ്സൊക്കെ ഉണ്ടായില്ലേ. നീ എന്തെങ്ങനെ കുന്ത നോക്കിക്കുമ്പോ നോക്കിയിരിക്കുന്നു. അവിടെ പെറുക്കി എടുത്തൂടാത്. ആ ആ ഇനി വേഗം ഉമ്മാന്റെ കുട്ടി കൊണ്ടുപോയിട്ടാണ് തിരുമ്പിട്ടൂട്ടാ. നല്ല വെയിലയക്കണ്. ഞാൻ ചെല്ലൂട്. ഓ കൊച്ചമ്മയും ചമ്മഞ്ഞിട്ട് ഉണക്ക് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കായിട്ടേ ആ പെണ്ണിനെ ഒരു പണി എടുപ്പിക്കാൻ പറ്റൂല. ഓളെ കൊണ്ട് പണി എടുപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലോ ഓളെ ഉമ്മി വാപ്പ എന്തെന്നോട് പറയാ. അവൻ വേണ്ട, ഞാൻ നോക്കുക. പിന്നെ ഇവളെ കൊണ്ട് പിന്നെ ഒരു ഉപകാരം ഇല്ലല്ലോ. നക്ക് പിന്നെ ഗതിയില്ല, ഒന്നും ഇല്ലാത്തതൊന്നും കേറി വന്നേയല്ലേ. അപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ പണികളൊക്കെ ഓളന്നെ എടുത്താ മതി. താത്ത ആ എന്തേ? ഞാൻ ഉമ്മാനോട് പറഞ്ഞതാണ് ഇന്റെ ഒക്കെ ഞാൻ തിരുമ്പിക്കൊണ്ടെന്ന്. ഇമ്മ കേക്കാതെ നിങ്ങക്ക് കൊടുന്നതാ. അത് സാരല്ലേടി, ഞാൻ തന്നെയാണ് ഇവിടെ എന്നും തിരുമ്പലും എല്ലാ പണികളും ഞാൻ തന്നെ എടുക്കല്. അതൊന്നും കുഴപ്പമില്ല. സത്യം പറഞ്ഞാലേ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് തുണക്ക ഒരാളായി, എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാനും എല്ലാത്തിനും ഒരാളായി എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അതൊക്കെ വെറുതെയാണ്. ഞാൻ എന്നും ഒറ്റക്കന്നെ ഈക്കാരം. ഞാൻ എന്താ ഇപ്പൊ ചെയ്യതാത്ത? എനിക്കൊന്നും അറിയില്ല. അമ്മ ഇങ്ങനൊക്കെ പറയുമ്പോ എന്താ കാട്ടണ്ടെന്ന് ഒരു കൊടുത്തില്ല. ആ ഉമ്മാക്ക് ഈ കൊറേ പണ്ടും മുതലൊക്കെ ആയിട്ട് വന്നതല്ലേ, അതിൻ്റെതാ. ഞാനോ വെറും 10 പവന്റെ സ്വർണ്ണായിട്ടാ ഞാൻ കേറി വന്നത്. ഈ അങ്ങനല്ലല്ലോ. 40-40 പവന്റെ പണ്ടം, അതും ഈ വില കൂടിയ സമയത്ത് ഒക്കെ വാങ്ങിയിട്ടല്ലേ വന്നിക്കണത്. പിന്നെ ഉമ്മാക്കൊരു വള ഇട്ട് കൊടുത്ത് ഞാൻ ഒന്നും ഇട്ട് കൊടുത്തിട്ടൊന്നും. അതുകൊണ്ടൊക്കെ ഉമ്മാക്ക് എന്നോട് ദേഷ്യം. പിന്നെ എന്നെ കാണാനും കുറച്ച് രസമൊക്കെ ഉണ്ടല്ലോ. സാരില്ല. ഞാന് പറഞ്ഞാലേ ചെറിയൊരു പെരേടിൻ്റെത്, ഓടിട്ട വീടൊക്കെയാണ്. എന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെന്ന് പറഞ്ഞാല് തീരെ വെയ്യാത്ത കാലും. അന്നേ എന്റെ ഉപ്പാക്കൊന്നും വെയ്യ. പിന്നെ എങ്ങനെയൊക്കെ 10 പവന്റെ സ്വർണ്ണൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നെ കെട്ടിച്ചേർന്നേച്ചേ. അമ്മായിമാർക്ക് പറഞ്ഞാല് ഇക്കാനെ കൊണ്ട് വേറെ ഏതൊരു പെണ്ണിന്റെ കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇക്കാക്ക് പിന്നെ എന്നെ ഇഷ്ടപ്പെട്ടപ്പോ അങ്ങനെ കല്യാണം നടന്നതാ ഇക്കാന്റെ വാശിയില്. ഉമ്മാക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടല്ല. കൊറേയൊക്കെ ഞാന് ഉമ്മാനെ സന്തോഷിപ്പിക്കാനും ഉമ്മാക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും ഒക്കെ ഞാൻ ശ്രമിച്ചതാ ഉമ്മാന്റെ ഇഷ്ടം പറ്റാൻ വേണ്ടിട്ട്. പക്ഷെ അതൊന്നും നടന്നില്ലടി. ഒക്കെ ശരിയാവുന്നു. ഇപ്പൊ അതല്ലേ പറയാൻ പറ്റുള്ളൂ. അന്റെ ചെയിന് നല്ല രസമുണ്ട്. ഇത് എത്ര പവനാടി? ആ ഈ കുറുക്കി കെട്ടിയോ? ഇത് 5 പവനുണ്ട്. കണ്ടാ തോന്നൂല, എന്നാലും 5 പവനാണ്. ആ കുറുക്കി കെട്ടിയല്ലേ, നല്ല ഭംഗിയുണ്ട്.
ഞാൻ പണ്ടൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. എത്ര പവന് മെയില് നിറച്ച് പണ്ടൊക്കെ ആയിട്ടാണ് വന്നിക്കണെന്ന് അറിയാന്നല്ലാതെ സ്വർണ്ണൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ ഈ കുടുക്കിക്കെട്ടി നല്ല രസം കണക്ക് നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ എടുത്താണ് ഞാൻ. എനിക്ക് വലിയൊരു ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്കും തന്നെ തോനെ പണ്ടൊന്നും ഇട്ടറക്കണ ഇഷ്ടമല്ല. പിന്നെ ഇവിടുത്തെ അമ്മക്ക് പിന്നെ പണ്ടച്ച ജീവനാണല്ലോ, അപ്പൊ അങ്ങനെ ഇട്ടതാണ്. ഓ എന്താണ് രണ്ടും കൂടി പൂസൂസൂസിലാണാവോ. എന്നെ പറ്റിട്ടല്ല. അപ്പൊ വേറെ എന്താ പോൾക്ക് പറയാനുള്ളത്? ഇങ്ങോട്ട് വരട്ടോളൂ. ഇമ്മ അവിടെ നിന്ന് നോക്കണ്ട്, ചാണ്ട് പോയിക്കോ. ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് അന്നെ വെയിലൊള്ളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതിയാവും. നമ്മളിവിടെ സംസാരിച്ചൊന്നും ഉമ്മാനോട് പറയണ്ട. ഏയ് ഞാൻ പറയൊന്നുമില്ല. ആ ഓള് നല്ലൊരു കുട്ടിയാണ്. എന്റെ അമ്മായിമ്മ നന്നായിട്ടുണ്ടെങ്കിൽ എനിക്കും നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു സ്വർണ്ണം ഇട്ട് നടക്കാനും എല്ലേനും. എന്റെ പണ്ടൊക്കെ അതും ഇതൊക്കെ ആയിട്ട് ഓല് വാങ്ങിയില്ലേ. എന്റെ അമ്മായിമ്മ തന്നെ വാങ്ങിക്കണം 5-6 പവന്റെ സ്വർണം. ഇക്ക പിന്നെ ഒരു 2-3 പവന്റെ പണ്ടം വാങ്ങിയിട്ട് ഗൾഫ് പോയത്. ബാക്കിയൊക്കെ എന്റെ അമ്മായിമ്മ വാങ്ങിയത്. എന്നിട്ട് പോലും എന്നോടൊരു നന്ദിയില്ല. ഒക്കെ ശരിയാവും വൈകാരം. ഓ വരുന്നുണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട്. എന്തായിരുന്നു രണ്ടാളും കൂടി വലിയ വർത്താനൊക്കെ ചെയ്യുന്നല്ല, ചീറിയും കളിയും എന്തൊക്കെയായിന്ന്? ആ അതൊന്നുമില്ലമ്മ, ഞങ്ങൾ വെറുതെ അങ്ങനെ സംസാരിച്ചിരുന്നതാ. ആ പിന്നെ കുടുക്കി കെട്ടി കണ്ടിട്ടേ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയുന്നു. ആ പറഞ്ഞ പോലെ പണ്ടൊന്നും ഇപ്പൊ വല്ലാതെ ഇട്ട് നടക്കൊന്നും വേണ്ട. 4 പുറത്തും കള്ളന്മാരൊക്കെ ഉള്ളതാണ്. ഇനിയിപ്പൊ അവിടെ ഇവിടെ ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എത്ര ഉറുപ്പ്യന്റെ മുതലാണ്. ആ കുടുക്കി കെട്ടിയാണ്ട് ഊരി വെച്ചാൾ. ആ വലിയ ചെയിനൊക്കെ ഉണ്ടല്ലോ കൗത്തില്. ആ ഞാനും തന്നെ ഊരി വെക്കണം വിചാരിക്കുന്നുണ്ട്. എല്ലാ ചെയിനും കൂടി ഇട്ട് നടക്കണ്ടല്ലോ. മഹർ പിന്നെ എന്റെ കഴുത്തിലുണ്ടല്ലോ വിചാരിച്ചു ഞാന്. ആ എന്നാ ചെല്ല ആ കൊണ്ട് ഊരി വെച്ചാളെ പോയിട്ട്. കളിയൊക്കെ വീണക്കണം. ആ വെച്ച കഴിഞ്ഞിട്ട് എന്റെ പണികളൊക്കെ ആ കഴിഞ്ഞുമ്മ. ഇനി അകൊക്കൊന്ന് അടിച്ചൊരു തുറക്കാനും കൂടി ഉണ്ട്. ആ അതുകൂടി ഞാൻ അവിടെ ചെയ്താളാ. അയൽവാസികളൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോശമാണ്. ഈ നേരം വരായിട്ട് ഇതൊന്നും കഴിഞ്ഞിട്ടില്ല വിചാരിക്കും. ഞാൻ പോയൊക്കെ നേരാക്കൂടെ. ആ എനിക്ക് മരുന്നൊക്കെ കഴിഞ്ഞിട്ട് ഈ നോമ്പായ കാരണം ഇപ്പൊ അതൊന്നും വാങ്ങലില്ല. ചെക്കൻ വിളിച്ചുമ്പോ ഒക്കെ ഒന്ന് വാങ്ങാൻ പറയണം. ഇമ്മ ഞാൻ അവിടെ ബെഡിൽ ഊരി വെച്ച് നിന്റെ കുടുക്കി കെട്ടി കാണാനില്ല. നിങ്ങൾ എന്നോട് നേരത്തെ പറഞ്ഞില്ല ഊരി വെച്ചാളാന്ന്. അങ്ങനെ ഞാൻ ഊരി വെച്ചതാണ് ബെഡിന്റെ ചോട്ടില്. ഇപ്പൊ കാണാൻ അത് അവിടെ എവിടെയും ഉണ്ടാവും. ഒന്ന് പോയോക്ക്. താത്ത എങ്ങാനും കണ്ടീന്നാണാവോ. താത്ത അടിച്ചു വരാൻ പോണ കണ്ടിക്കണ്. ഓള് കേറിയുന്ന മുറിക്ക് ഈ കപ്പ തന്നെ തോന്നിക്കണ അത് ഓളന്നെ എടുത്തിട്ടുണ്ടാവാന്ന്. എന്തേന്ന് ചോദ്യം പറിച്ചിരുതി എത്രയാണ് എന്താണ് എന്നൊക്കെ ഓളന്നെ എടുത്തിട്ടുണ്ടാവുക. ഏയ് താത്ത എടുത്തിട്ടൊന്നും ഉണ്ടാവൂല. അത് ചോദിച്ചു നോക്കിയാ മതി കണ്ടിക്കണോന്നുള്ളത്. സാജിയെ സാജിയെ ഏടി. ആ എന്തമ്മ? എന്താ ജെസ്സിയെ? ആ ഇജേ ഓളെ പണ്ടെടുത്ത് പോകുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്താളാ. ചെയിനോ? ഞാൻ കണ്ടില്ലല്ലോ. ഏത് ചെയിന്? നിങ്ങളെ അടിച്ചു വരാൻ പോയപ്പോഴേറ്റ് അവിടെ വീണെടുക്കണ എന്തായാലും കണ്ടീന്നാ. ഇനി ബെഡ് തട്ടി കൊട്ടിയപ്പോ വീണാണാവോ. ഇല്ലടി, അടിച്ചു വരിപ്പോ ഞാനൊന്നും കണ്ടില്ല. ഞാൻ ബെഡൊക്കെ എല്ലാം തട്ടികൊട്ടി വിരിക്കൊക്കെ ചെയ്തീന്ന്. ഞാൻ അവിടൊക്കെ നോക്കിയോ? ഇത് വല്ലാതെ ഉണ്ടടിച്ചൊന്നും വേണ്ട. എനിക്കറിയാം ജന്നെയാണ് എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത്. മര്യാദക്ക് ആൾക്കാർ കേൾക്കുമ്പോത്തിനാണ് കൊടുത്താളത്. പാസ്സൗട്ടർ അണക്ക് തന്നെയാണ്. ഞാൻ അന്നെ ഒന്ന് ആക്കിക്കും ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ. ഇമ്മ എന്ത് നിങ്ങൾ ഈ പറയണെന്നുള്ള ബോധം എന്തേലും ഉണ്ടാ? ഇക്കമ്മ അതിന്റെ ആവശ്യമില്ലമ്മ. 10-14 കൊല്ലായില്ല ഞാൻ ഇവിടെ വന്നിട്ട്.
ഇതുവരെ ഞാൻ ഒരു മുട്ടസൂചിയുടെ പൊട്ട് പോലും ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾക്ക് അറിയണല്ലേ. ആ ഇങ്ങളെന്നെ ഇങ്ങനൊക്കെ പറയുമ്പോഴോ ഓളെ വാപ്പ ഇപ്പൊ വെജാതിരിക്കല്ലേ, പിന്നെ അതിന് വേണ്ടിട്ട് ഓളെ പെരക്ക് ലോണും ഉണ്ട്. അത് വീട്ടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടാവേ. 1-2 പവനൊന്നല്ലല്ലോ, 5 പവനല്ലേ. ഇപ്പൊ സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില. ഓളോളെ വാപ്പാക്ക് എടുത്തു കൊടുത്തന്നെ ഇക്കാരത്. ചേച്ചി സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ലേടി. എന്തിനാ എന്റെ സ്വർണ്ണൊക്കെ? ഇജല്ലേടി അവിടെ നിന്നുങ്ങാണ്ട് സ്വർണത്തിന്റെ തൂക്കൊക്കെ ചോദിച്ചിന്ന് നിന്നിട്ട്. ഞാൻ എത്രയെന്ന് ചോദിച്ചു എന്നുള്ളത് സത്യമാണ്. വിചാരിച്ചിട്ട് ഞാൻ എടുക്കാൻ വേണ്ടിട്ടൊന്നും ചോദിച്ചല്ല അത്. എന്റെ വാപ്പാക്കൊക്കെ പിന്നെ കൊടുക്ക, ആദ്യം എടുത്തിട്ട് വാ. വെറുതെ എന്റെ പെരക്കാരായിക്ക് വലിച്ചിടരുത്. പറഞ്ഞ ചെന്താടി കാട്ട. എന്റെ മകൻ ഇങ്ങോട്ട് വിളിച്ചട്ടെ, കട്ട് എടുത്തുങ്ങാണ്ട് അതും ഈ നല്ലൊരു മാസത്തിലോളാണ്ട് എടുത്തുക്കണോട് ഞാൻ അവിടെ കൊടുത്തുകൂടിയായത്. ചേച്ചി ഒന്നും കൂടി പോയി തരണോക്കടി. താത്ത ഞാൻ ഒന്നും കൂടി നോക്കി നോക്കട്ടെ, കട്ടിന്റെ ചോട്ടിലൊക്കെ ഒന്ന്. ഇജ് നിന്ന് മോങ്ങിട്ടൊന്നും ഒരു കാര്യമില്ല. വെറുതെ ആ പെണ്ണിനും കൂടി അറിയിക്കണ്ട. ഇജ് എന്താ എടുത്തിക്കണെന്ന് വെച്ചാൽ അത് ഇങ്ങോട്ട് തന്നാളാം, ഞാൻ കൊടുത്തോളാം. ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയാണെങ്കിലും ഞാൻ പറഞ്ഞോണ്ട്. എടുത്തിട്ടില്ലമ്മ. അന്നോടല്ലേ പറഞ്ഞത് നിന്ന് മോങ്ങല്ലേന്ന്. ഈ ഒരു മോങ്ങല് ഈ മുണ്ടാക്കല് മാത്രം എനിക്ക് അറിയുള്ളൂ. നല്ലപോലെ ഒരു വൃത്തി വെടുപ്പിന് എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ അറിയാം, അതും അറിയില്ല. ഇപ്പൊ ആരാന്റെ മുതല് കട്ടെടുത്തിക്കണു. അത്രക്ക് പോന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ പെരക്കാരോട് തരാൻ പറയടി സ്വർണ്ണൊക്കെ, അല്ലാതെ വേറെ ഉള്ളവർക്ക് കട്ടെടുക്കല്ല വേണ്ടത്. നിങ്ങളൊന്ന് നിർത്തുവോ? സാധനം കിട്ടിയിക്കണ്. താത്ത ബെഡൊക്കെ വിരിച്ചപ്പോ താഴത്തേക്ക് ചാടിയതാ തോന്നുന്നുണ്ട്. കട്ടിന്റെ ചോട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയത്. കാര്യം അറിയാതെ അങ്ങനെ ഒരാളെ പറയരുതിട്ടങ്ങള്. അങ്ങനെ എനിക്ക് സംശയിക്കാൻ നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. എന്താ എനിക്ക് നിങ്ങളെ സംശയിച്ചൂടായില്ലേ? ഞാൻ അന്ന് തുടങ്ങിയതാ ഈ താത്താനിട്ടിട്ട് നിങ്ങൾ ഈ കാട്ടിനെ ഞാൻ കാണുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 10-14 വർഷമായിന്ന് ഓര് പറയുന്നുണ്ട്. അതിന്റെ ഇടക്ക് ഇതുവരെ ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നിങ്ങൾ ഇതുവരെ ആയിട്ട് ഓർക്കൊരു സ്വൈര്യം കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞ് ഒരാളെ കല്യാക്കുമ്പോളേ ഒന്ന് ചിന്തിക്കണം ആദ്യം തന്നെ നിങ്ങൾ. ഞാൻ പറഞ്ഞാൽ മറന്നാളാ. ഞാൻ അപ്പത്തെ ഒരു ദേഷ്യത്തിനാണ് പറഞ്ഞതാണ്. ആ നിങ്ങളിപ്പോ മനസ്സിൽ ചാടിയിരിക്കൊന്നും വേണ്ട. ഉമ്മ നിങ്ങൾക്ക് എത്ര എളുപ്പമുണ്ട് ഉമ്മ മറക്കാൻ പറയാൻ. പക്ഷെ ഒരാളൊരു മുതല് കട്ടു എന്നുള്ള ചീത്തപ്പേരുണ്ടല്ലോ, കേട്ട് കഴിഞ്ഞാൽ മനസ്സിൽ ഭയങ്കര സങ്കടമാണ് ഉമ്മ. കാരണം ഞാൻ അതൊന്നും ഇല്ലാതെ വളർന്ന ഒരാളാണ്. എന്റെ പെരക്കാരെന്തായാലും എന്നെ കക്കാൻ പഠിച്ചിട്ടില്ല. നിങ്ങൾ കാര്യം അറിയാതെ നിങ്ങൾക്കൊക്കെ അത് ഭയങ്കര തമാശക്കാരും ഒരാളെ കുറ്റം കൊടുത്തുമ്പോഴൊക്കെ. പക്ഷെ കേട്ട് നിക്കാന് അത്ര വലിയ സുഖമൊന്നുമില്ല അമ്മ. കിട്ടില്ല എന്തായാലും. താത്ത പറഞ്ഞത് ശരി തന്നെയാണ്. ഉമ്മാക്ക് പറയാൻ വേണ്ടി എളുപ്പമാണ് മറന്നാളാന്നുള്ളത്. പക്ഷെ നമ്മളെ മനസ്സിൽ കൊണ്ടിട്ടുള്ള ആ മുറിവുണ്ടല്ലോ, അത് ഒരിക്കലും മായൂല താത്ത. ഞാൻ സോറി ചോദിക്ക താത്താനോട്. ഞാൻ ഇങ്ങോട്ട് വന്ന് ചോദിച്ചില്ല തിരയാതെ. എന്റെ അടുത്ത് പറ്റിയ തെറ്റാണ്. ഞാൻ കട്ടുമ്പോ മാത്രമേ നോക്കിയിട്ടുള്ളൂ, കട്ടിന്റെ അടിയൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും സാധനം കിട്ടിയിരിക്കണ്. താത്ത എന്നോട് ക്ഷമിക്ക്. സാരല്ലേടി, ഇമ്മ പണ്ടേ എങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ 14 വർഷമായി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്. അവിടെ നിങ്ങളുടെ ഇമ്മ എനിക്കൊരു സ്വസ്ഥത തന്നിട്ടില്ല. ഞാനും എന്നെ പോലെ ഒരു മരുമോൾ തന്നെയല്ലേ. എല്ലാ പേരിലും സ്വത്ത് മുതലുണ്ടാവണം എന്നുണ്ടാ. എനിക്ക് മുതലില്ലെങ്കിലും സ്നേഹിക്കാൻ ഒരു മനസ്സ് നിൽക്കുന്നുണ്ട്. ഞാൻ എന്റെ സ്വന്തം മന പോലെയല്ല ഭർത്തന്മാരെ കാണുന്നത്. ഇനി എന്നെ കൂടി തെറ്റിക്കാൻ എന്തൊക്കെ ഇമ്മ കാട്ടിക്കൂട്ടണ്. ഇപ്പൊ ഒരു കള്ളത്തി പോലും ഒക്കില്ല, അത് ഈ റമളാൻ മാസത്തില്. എന്താ അമ്മ നിങ്ങൾക്കൊന്നും പറയാനൊന്നുമില്ലേ? നിങ്ങൾ എന്താ അമ്മ ഇങ്ങനെ? ഞങ്ങള് 2 മരക്കൾ ഒരുപോലെ നിങ്ങൾക്ക് സ്നേഹിച്ചുകൂടെ? പറയുമ്പോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു മകള് പോലും ഇല്ല. ഞങ്ങൾ 2 ആളുകൾ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ ഉമ്മ.
അപ്പൊ എത്ര കാലം ഇതൊക്കെ അനുഭവിക്കാൻ തുടങ്ങി. ഇന്നെങ്കിലും നിങ്ങൾക്ക് ഒന്ന് നിർത്തിക്കൂടെ? ആൾക്കാരുടെ ഇടയിലുള്ള കളിയാക്കലും പരിഹാസവും കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടാവും. എന്റെ ഉപ്പാക്ക് എന്നെ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള സ്വത്താണ്. അതേപോലൊക്കെ ചുരുക്കം ചില ആൾക്കാർക്ക് അതൊക്കെ കിട്ടുള്ളൂ. ഉമ്മ, ഈ നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ ആ പാവത്തിന് ഇങ്ങനെ വേദനിപ്പിക്കേണ്ടി ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ സ്വഭാവം എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുമില്ല. എന്തായാലും ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങളെ സ്വഭാവമൊക്കെ. ഞാൻ അതിനനുസരിച്ചിട്ട് തന്നെ ഞാനും നിക്കുള്ളൂ. ഇപ്പൊ രണ്ടാളിപ്പോ ഒന്നായിട്ട് ഇപ്പൊ ഇന്നെ പുറത്താക്കിയോ? എന്തായാലും അത് നടക്കൂല. ഇനിയിപ്പൊ അങ്ങനെ ഇവിടെ ഞാൻ നിർത്താനയക്കൂല. എന്റെ സ്വഭാവം അവൾക്ക് ശരിക്കും അറിയായിട്ടാണ്. കാണിച്ചു കൊടുക്ക. കുറച്ച് പണ്ടായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് വിചാരിച്ചിട്ട് ഇപ്പൊ നിലന്ന് തെറ്റോളൂ.